ഹലോ, ഇത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി തരിക്കഞ്ഞിയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി വരുന്ന ഇഫ്താറിന് തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിൽ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിപ്പോൾ ഇതാ ഇതിനായിട്ടൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പിൽ പകുതിയായിട്ടാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് ഈ സോസ് പാനിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര ഇതാ നന്നായിട്ട് കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാരമലൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം, കരിയാതെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല ഈ തരിക്കഞ്ഞിക്ക്. അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ വെള്ളമോ അതല്ലെങ്കിൽ ചൂടുള്ള വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായിട്ട് കിട്ടും. സാധാ വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും, അത്രേ വ്യത്യാസമുള്ളൂ. ഇനിയിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാലിൻ്റെ അളവൊക്കെ നിങ്ങൾ എത്ര ഗ്ലാസ്സാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. ഞാനിപ്പോൾ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്കുള്ള അളവാണിപ്പോൾ പറയുന്നത്. ഇനി പാലൊന്ന് ചൂടാക്കിയെടുക്കാം. പാൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കണം. അപ്പോൾ പഞ്ചസാര നോക്കിയിട്ട് ചേർക്കുക. കാരമലൈസ് ചെയ്ത് എത്രയാണോ അത്ര തന്നെയാണ് ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നമുക്കിതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് റവയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവയെ ചേർക്കുന്നുള്ളൂ. അധികം കട്ടിയില്ലാതെ എടുക്കുന്ന തരിക്കഞ്ഞിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലർക്ക് കട്ടിയുള്ള തരിക്കഞ്ഞിയാവും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് റവയിൽ മാറ്റം വരുത്തിയാൽ മതി. ഇനി റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ റവയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. റവ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തരിക്കഞ്ഞി ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടുന്നതാണ്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കടായി എടുത്തിട്ട് ഒരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാഷ്യൂനട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊരു ബ്രൗൺ നിറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് റേസിൻസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് അതുകൂടെ ചേർക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാഷ്യൂനട്ടും റേസിൻസും മാത്രം മൂപ്പിച്ചിടുന്നത്. ഇനി ഇത് നമുക്ക് നേരെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി രുചിയിലുള്ള ഈ തരിക്കഞ്ഞി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇനി തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും തരിക്കഞ്ഞി കുടിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു തരിക്കഞ്ഞിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്